ശ്രദ്ധിക്കുമ്പോൾ 2 കൊരിന്ത്യരുടെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു. 2 Corinthians chapter 1 verse number 20. For all of God's promises have been fulfilled in Christ with a resounding yes, and through Christ our amen, which means yes ascends to God for his glory. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ക്രിസ്തുയേശുവിൽ ഉവ്വ എന്നത്രേ. അതുകൊണ്ടത്രേ ഞങ്ങൾ ദൈവ മഹത്വത്തിനായി ക്രിസ്തുയേശുവിലൂടെ ആമേൻ പറയുന്നത്. ആമേൻ, സ്തോത്രം. അപ്പം കർത്താവിന്റെ വചനം പറയുന്നു, ക്രിസ്തുവിലൂടെ ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ഉവ്വെന്നും ആമേന്നുമാ. ഹല്ലേ, നമ്മൾ എന്തേലും നമ്മള് എന്തെളുപ്പം അല്ലെ, എന്ത് കേട്ടാലും ആമേൻ ആമേൻ പറഞ്ഞെടുക്കും അല്ലെ. ആമേന്റെ അർത്ഥം, ആമേൻ എന്ന് യേശുവിന്റെ വേറൊരു പേരാണ് ആമേൻ എന്ന് പറയുന്നത്. ആമേൻ എന്ന് പറഞ്ഞാൽ സോ ബി ഇറ്റ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ, അതാണ് ആമേന്റെ അർത്ഥം. അപ്പം കർത്താവിന്റെ നമ്മള് ആമേൻ എന്ന് പറഞ്ഞ് ഏതെങ്കിലും പ്രാർത്ഥനയോ എന്തെങ്കിലും നമ്മൾ ആമേൻ പറഞ്ഞെടുക്കുമ്പോൾ നമ്മള് ദൈവവുമായിട്ട് എഗ്രിമെന്റിൽ വരിക. നമുക്ക് വാഗ്ദത്തം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നെ, അല്ലെങ്കിൽ നമ്മൾ കേട്ട ആ വചനത്തിന് അതിനോട് നമ്മൾ പറയുക, ഉവ്വ് ഞാൻ എഗ്രി ചെയ്യുന്നു കർത്താവെ, അങ്ങ് എന്നോട് ഇപ്പം എന്നോട് പറഞ്ഞു രോഗം മാറും, അല്ലെങ്കിൽ എന്നോട് ഇപ്പം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞതിനോട് ഞാൻ ഉവ്വ് എന്ന് ഞാനും എഗ്രി ചെയ്യുക. എന്നുവെച്ചാൽ അത് ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഹല്ലേലൂയ, ദൈവം അത് ക്രിസ്തുയേശുവിലൂടെ അത് നിവർത്തീകരിക്കുമെന്ന് എനിക്കും അറിയാം. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യര് അങ്ങനെ ഇത് ഒരു വാഗ്ദത്തം കേൾക്കുമ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സ്തോത്രം. അപ്പം തിരുവചനം പറയുന്നു വിൽ ബി ഫുൾഫിൽഡ് എന്നല്ല, ഫോർ ഓൾ ഓഫ് ഗോഡ്സ് പ്രോമിസസ് വിൽ ബി ഫുൾഫിൽഡ് എന്നല്ല. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുയേശുവിൽ നടന്നു കിട്ടും, പൂർത്തിയാകും എന്നല്ല, പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. For all of God's promises have been fulfilled in Christ. കണ്ടോ, ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തു യേശുവിൽ നിവർത്തീകരിച്ചിരിക്കുന്നു, അത് നിവൃത്തിയായിരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ വാഗ്ദത്തം വിളിച്ചു പറയുമ്പോൾ, വാഗ്ദത്തം നമ്മൾ കേൾക്കുമ്പോൾ അന്നേരം തന്നെ അതിന്റെ വിത്ത് വീണിട്ടുണ്ട് ആത്മമണ്ഡലത്തില്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വേഗതയിലും ദൈവത്തിന്റെ സമയത്തും ആ വിത്ത് ഹല്ലേലൂയ അത് മുളച്ച് അതിന്റെ ഫലം തരും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് ആമേൻ എന്ന് പറഞ്ഞൊരു വിഷയത്തിന്റെ മേൽ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടോ, അത് അന്നേരം തന്നെ സ്വർഗത്തില് അത് ക്രിയ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ആത്മലോകത്ത് അത് ക്രിയ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രതിഫലം നമ്മൾ ഉറപ്പായിട്ടും കാണും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് പറഞ്ഞു വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ലഭിച്ചു എന്ന് വിശ്വസിച്ചു വേണം പ്രാർത്ഥിക്കാൻ. ദൈവത്തിനെ അന്വേഷിക്കുന്നവര്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നവര് ദൈവമുണ്ട് എന്ന് ഉള്ള തിരിച്ചറിവിൽ വേണം അവന്റെ അടുക്കലേക്ക് അടുക്കാൻ. സംശയത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇത് നടക്കുമായിരിക്കുവോ, ഇത് ആർക്കറിയാം, ഇതിന് മറുപടി കിട്ടുവോ എന്ന് നമ്മൾ പറഞ്ഞിരുന്നാൽ, നമ്മൾ വിളിച്ചു പറയുക എനിക്ക് വിശ്വാസമില്ല ദൈവമുണ്ടെന്നും, എനിക്ക് വിശ്വാസമില്ല ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും. കണ്ടോ. അപ്പൊ തിരുവചനം നമ്മളോട് 2 കൊരിന്ത്യർ 1:20 പറയുന്നു, ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തു യേശുവിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. അത് യെസ് എന്ന് പറഞ്ഞ് പൂർത്തിയായിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിലൂടെ. അപ്പം നമ്മൾ കേൾക്കുന്ന സകല വാഗ്ദത്തങ്ങളും ക്രിസ്തു യേശുവിലൂടെ അല്ലാതെ നടക്കത്തില്ല. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിലൂടെ അല്ലാതെ നമ്മുടെ ഒരു പ്രാർത്ഥനകളുടെ മറുപടിയും നമുക്ക് ലഭിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മളൊരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു വാഗ്ദത്തം, ഒരു വചനം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നമ്മളത് സ്വീകരിച്ച് ആമേൻ എന്ന് പറയുമ്പം അതിന്റെ ആ വാക്യം പറയുന്നു, ആമേൻ അസെൻസ് ടു ഗോഡ് ഫോർ ഹിസ് ഗ്ലോറി. നമ്മൾ പറയുന്ന ആമേൻ സ്വർഗത്തിൽ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി കയറി ചെല്ലുവാണെന്ന്. ഓ വണ്ടർഫുൾ. ഇത് മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ
സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മളോട് വാഗ്ദത്തം പറയാം. നമ്മൾ കേൾക്കുന്ന വചനമായിരിക്കാം, നമ്മൾ കേൾക്കുന്ന പ്രോമിസ് ആയിരിക്കാം, എന്തെങ്കിലും സ്വപ്നമായിരിക്കാം, ദർശനമായിരിക്കാം, അത് നമ്മളിലോട്ട് ദൈവത്തിൽ നിന്ന് വരുക. ഇത് വരുമ്പോ അത് ക്രിസ്തു യേശുവിലൂടെ അത് പൂർത്തിയായി. അത് ആ വാഗ്ദത്തം നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ ആ വാഗ്ദത്തത്തിന്റെ മറുപടി അത് നടന്നു കഴിഞ്ഞു. അത് നമ്മളുടെ മുമ്പിൽ വെളിപ്പെടാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ അത് കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. പക്ഷെ അത് നടന്നു കഴിഞ്ഞു. എന്നിട്ട് വചനം പറയുക, നമ്മൾ ഈ വാഗ്ദത്തം ലഭിക്കുമ്പോൾ നമ്മൾ ആമേൻ എന്ന് പറഞ്ഞല്ലേ ആ വാഗ്ദത്തം സ്വീകരിക്കുന്നത്. ഈ ആമേൻ സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയില് ദൈവമഹത്വം എന്നുള്ള ഇതിൽ ചെന്ന് കഴിഞ്ഞു. ഹാലലൂയ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു വാഗ്ദത്തം കേട്ടതിന് ആമേൻ പറയുമ്പോൾ ആ വാഗ്ദത്തം ലഭിച്ചു, അതിന്റെ നന്ദിയും പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് കിട്ടി കർത്താവേ, നന്ദി യേശുവേ, എനിക്ക് ആ രോഗം മാറിയതിനായി സ്തോത്രം, എൻ്റെ കടഭാരം മാറിയതിനായി സ്തോത്രം, എൻ്റെ മകളുടെ വിവാഹം നടന്നതിനായി സ്തോത്രം, അവർക്ക് കുഞ്ഞുണ്ടായതിനായി സ്തോത്രം. ഇത് പറഞ്ഞ് നന്ദി പറഞ്ഞ് നടന്നാ മതി. എന്താന്ന് വെച്ചാൽ ഈ വചനത്തിന്റെ അടിസ്ഥാന പ്രകാരം വാഗ്ദത്തം ലഭിച്ചു കഴിഞ്ഞു, ആ പ്രോമിസ് കിട്ടിക്കഴിഞ്ഞു, അത് സ്വർഗത്തിൽ അത് യെസ് ആയി കഴിഞ്ഞു. അത് നമ്മുടെ കണ്ണു മുമ്പിൽ വെളിപ്പെട്ടാൽ മാത്രം മതി. ഇത് പറയാൻ പൗലോസ് ഇത് പറയാൻ കാരണമുണ്ട്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഹല്ലേലൂയ, നമ്മുടെ സ്വർഗത്തിലെ പിതാവായ ദൈവം എല്ലാ സമാധാനത്തിന്റെയും ഉറവിടമാ, നമ്മളുടെ എല്ലാ കഷ്ടതയ്ക്കുന്ന ഒരു ദൈവമാ. 2 Corinthians chapter 1 verse 3, all praise to God the Father of our Lord Jesus Christ. God is our merciful Father and the source of all comforts. 4-ാം വാക്യം പറയുന്നു, He comforts us in all our troubles so that we can comfort others. When they are troubled, we will be able to give them the same comfort God has given us. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ ഏതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കണ്ട ദൈവം ചെയ്യുന്നത്. പൗലോസ് പറയാ, ഞങ്ങളുടെ കഷ്ടത്തില് അവൻ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. പൗലോസ് അനുഭവിച്ച കഷ്ടമൊന്നും പറയാനില്ല. ഇതിന്റെ താഴോട്ട് വരുമ്പോ അതിന്റെ 8-ാം വാക്യം തൊട്ട് അങ്ങോട്ട് വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക അവര് കടന്നുപോയ കഷ്ടത അല്ലെ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അങ്ങോട്ട് കഴിയുമ്പം തൊട്ട് 9-ാം അധ്യായം തൊട്ട് പൗലോസിനെ ദൈവം പുറത്തിറക്കുന്ന കാര്യങ്ങളാ. അത് കഴിഞ്ഞ് ഈ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ കടന്നു ചെന്നിട്ട് പൗലോസിനെയും സീലാസിനെയും പൗലോസിനെ അടിച്ച് ചമ്മന്തി പരുവ അടിച്ച് ശരിയാക്കിയിട്ട് അവര് പൗലോസ് മരിച്ചു എന്ന് പറഞ്ഞ് ഇട്ട് കളഞ്ഞേച്ച് പോയി അവര് അല്ലെ. എന്നിട്ട് ഈ അടിച്ച് ചതച്ച് വാരിയ പൗലോസിനെ കൊട്ടയ്ക്കകത്ത് വാരി എടുത്തിട്ട് ശുശ്രൂഷിച്ചിട്ട് അടുത്ത മിനിറ്റ് ആയപ്പോഴത്തേക്ക് റബ്ബർ പന്ത് പൊങ്ങി വരുന്നത് പോലെ പൗലോസ് പൊങ്ങി വന്നു. ദൈവത്തിന്റെ അത്ഭുത കരത്താൽ അല്ലാതെ നടക്കത്തില്ല. പൗലോസ് പറയാ, ഈ കഷ്ടതയിലെല്ലാം ഞങ്ങൾ കടന്നു പോയപ്പോ പലതും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലകത്തൂടെയൊക്കെ കടന്നു പോയപ്പോ ഞങ്ങളെ സമാധാനിപ്പിക്കുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. എന്താ? വാക്ക് പറഞ്ഞ ദൈവമായത് കൊണ്ട് ദൈവം അയക്കും സമാധാനത്തിന് വേണ്ടിയുള്ള, ആശ്വാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്നവര് സ്തോത്രം, ജീവിതത്തിനകത്ത് എന്തെങ്കിലും വലിയ പ്രതിസന്ധിക്കകത്തും ബുദ്ധിമുട്ടിനകത്തൂടെയും കടന്നു പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയട്ടെ, ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ദൈവം സകല ആശ്വാസവും നൽകും. യേശു കർത്താവിലൂടെയാണ് വാക്ക് പറഞ്ഞത്. ഹല്ലേലൂയ. വിടുവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സമാധാനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൈവിടത്ത് സമാധാനം തന്ന് ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന നല്ല യേശുവിനെയാണ് നാം സേവിക്കുന്നത്.
സ്തോത്രം, നിരാശപ്പെട്ടു പോകല്ലേ. അവിടെ 8-ാം വാക്യത്തിനകത്ത് പൗലോസ് ഒരു കാര്യം പറയാ, we were crushed and overwhelmed beyond our ability to endure and we thought we would never live through it. കണ്ടോ, സമാധാനം തരുന്ന ദൈവത്തിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയാ, ഞങ്ങൾ എല്ലാ വശത്തുനിന്നും ഞങ്ങൾ ചതഞ്ഞ് വാരി ഞങ്ങളുടെ കഴിവിന്റെ അപ്പുറം ഞങ്ങൾക്ക് സഹിക്കേണ്ടി വന്നു. ഞങ്ങൾ ഓർത്തു ഞങ്ങൾ ജീവനോടെ ഇരിക്കത്തില്ലെന്ന്. അല്ലേ? എന്നിട്ട് 9-ാം വാക്യത്തിനകത്ത് പറയാ, ഞങ്ങൾ ഓർത്തു ഞങ്ങൾ മരിച്ചു പോകുമെന്ന്. ഹല്ലേലൂയ. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ടായിരുന്നു. ഇത് കാരണം ഞങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നത് നിർത്തി ഞങ്ങൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർപ്പിക്കുന്ന ദൈവത്തിനെ ആശ്രയിക്കാൻ ഞങ്ങൾ പഠിച്ചു. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിക്കാം, 8-ഉം 9-ഉം വാക്യം. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദ പ്രൊവിൻസ് ഓഫ് ഏഷ്യയിലെ കുറച്ച് കഷ്ടങ്ങൾ ഉണ്ടായി, അത് നിങ്ങൾ അറിയണം. എന്നിട്ട് പറയുക, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നും വിധം ഞങ്ങൾ ശക്തിക്കപ്പുറമായി അത്യന്തം ഭാരപ്പെട്ടു. ഞങ്ങൾ വധശിക്ഷയ്ക്ക് വിധി തോന്നി. പക്ഷേ അത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയം അർപ്പിക്കാനായിരുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് ജീവിതത്തിനകത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യത്തിന്റെ മുമ്പിലാണോ നിൽക്കുന്നത്? ആ മക്കളുടെ സ്വഭാവം നേരെയാക്കാൻ, ആ കടഭാരം മാറാൻ, ആ വീട് പണിയാൻ, ആ മക്കളെ കെട്ടിക്കാൻ, ആ രോഗം മാറാൻ നമ്മുടെ കയ്യിലല്ല, അല്ലേ? എന്തുമാത്രം ചിലവര് കണ്ടിട്ടുണ്ട്, സ്വർണവും പണവും എല്ലാം റെഡിയാക്കി അവിടെ വെക്കും. മക്കൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ചാലും ഒന്നും നടക്കത്തില്ല. എത്ര പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കത്തില്ല. അവരവരുടെ കയ്യിലല്ല, അത് ദൈവത്തിന്റെ കയ്യിലാ. കണ്ടോ, അത് എത്ര എത്ര പരിശ്രമിച്ചാലും അതിന് ഒരു മറുപടി കിട്ടാത്ത വണ്ണം. അപ്പം പൗലോസ് പറയുക, ഞങ്ങൾക്ക് ചിലതിന് ആ ആസിയയിലായിരുന്നപ്പം, പ്രൊവിൻസ് ഓഫ് ഏഷ്യയിലായിരുന്നപ്പോ ഞങ്ങളുടെ കഴിവിനും ഞങ്ങളുടെ ബുദ്ധിക്കും ഞങ്ങളുടെ ഒന്നിനും ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തെ ഒരു കഷ്ടതയിലൂടെ ഞങ്ങൾ കടന്നുപോയത്. അതിനകത്ത് എന്തുവായി തീരും, മരിക്കുവോ എന്നൊക്കെ ചിന്തിച്ചു പോയി. പക്ഷെ അതിനകത്ത് ഒരു ഗുണം കിട്ടി. ഞാൻ പറയട്ടെ, നമ്മൾ നിസ്സഹായരായി പോകുന്നിടത്ത് ഹല്ലേലൂയ കർത്താവിനെ ആശ്രയിച്ചാൽ മതി. പൂർണ്ണമായിട്ടും കർത്താവുമ്പോൾ ദൈവം അതിനകത്തുനിന്ന്, ആ പ്രതിസന്ധിക്കകത്തുനിന്ന് നമ്മളെ വൻ ജയത്തോടെ നമ്മളെ പുറത്തിറക്കും. ഉറപ്പാ. പൗലോസ് പറയുക, ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയപ്പം ഞങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നത് നിർത്തി. ഞങ്ങളുടെ അധ്വാന ബലത്തില്, ഞങ്ങളുടെ ആരോഗ്യത്തില്, ഞങ്ങളുടെ ബുദ്ധിയില്, ശക്തിയില്, ആൾബലത്തില്, ഞങ്ങളുടെ കഴിവില്, ഞങ്ങൾക്ക് തീരുമാനിക്കാനായിട്ടുള്ള ആ ശക്തിയിലെല്ലാം സകലതും ഞങ്ങൾ വിട്ടുകളഞ്ഞു. എന്നിട്ട് ഞങ്ങള് ആരെ ആശ്രയിച്ചു? ഞങ്ങളെക്കാട്ടിലും വലിയവനായ ദൈവത്തിനെ, ഞങ്ങൾക്ക് വാഗ്ദത്തം തന്ന ദൈവത്തിനെ. ഹല്ലേലൂയ. കോടാനിക്കോടി മഹത്വം കരയേറ്റാൻ പറ്റുന്ന നല്ല കർത്താവിനെ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വിളിച്ചു വരുത്തുന്നവനെ ഞങ്ങൾ ആശ്രയിച്ചു. ഹല്ലേലൂയ. ആശ്രയിച്ചപ്പം 10-ാം വാക്യം പറയുക, ഞങ്ങൾ ദൈവത്തിനെ പൂർണ്ണമായും ആശ്രയിച്ചപ്പോൾ അവൻ ഞങ്ങളെ കൈവിട്ടില്ല. Hallelujah. He rescued us. He did rescue us from mortal danger, and he will rescue us again. We have placed our confidence in him, and he will continue to rescue us. 10-ാം വാക്യം. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. ആമേൻ. എന്താ പൗലോസിന് ഇത് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുന്നേ? ഈ 20-ാം വാക്യം കിടക്കുന്നത് കൊണ്ട് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യണോ വേണ്ടയോ എന്നല്ല. ദൈവം പറഞ്ഞു, ഞാൻ പൗലോസിനെ ഒരു ലോകത്തിന് അനേകർക്ക് അറിയത്തക്ക വണ്ണം ആക്കി തീർക്കും, അല്ലെ? കഷ്ടതയിലൂടെ അവൻ കടന്നു പോകും. പക്ഷെ അവൻ ജാതികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് ദൈവം പൗലോസിനെ പുറത്തിറക്കി. അപ്പം ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറാതിരിക്കുവോ? നടക്കും. അല്ലേ? കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുയേശുവിലൂടെ ദൈവമഹത്വത്തിന് വേണ്ടി ദൈവം അത് നടത്തിയിരിക്കും. ഹല്ലേലൂയ. അതിന്റെ ഇടയിൽ കഷ്ടതകളും പ്രശ്നങ്ങളും കാണും. പക്ഷെ കർത്താവ് വിശ്വസ്തനാ. വിളിച്ചവൻ കൈവിടത്തില്ല, ലജ്ജിപ്പിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. എനിക്ക് നിന്നെ അറിയത്തില്ല, നീ വേറെ വഴിയെ പൊക്കോ എന്ന് പറഞ്ഞ് വിടത്തില്ല. ആരും ദൈവത്തിനോട് ചോദിക്കല്ല, എൻ്റെ ഈ കഷ്ടപ്പാടുകൾ കാണുന്നില്ലേ എന്ന്
എന്ന് ചോദിക്കല്ലേ. ജോസഫിനെ ദൈവം കാണിച്ചത് കറ്റകൾ നമസ്കരിക്കുന്നതും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വന്ന് അവനെ നമസ്കരിക്കുന്നതും ഒക്കെയാ കാണിച്ചത്. ഹല്ലിയ. പക്ഷെ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ആ ജയിൽവാസവും പൊട്ടക്കിണറും ഒന്നും ജോസഫിനെ കാണിച്ചില്ല. ജോസഫിനെ അതൊക്കെ കാണിച്ചെങ്കിൽ ജോസഫ് പറഞ്ഞേനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞേനെ. പക്ഷെ ദൈവം അവസാനം എത്തുന്ന ആ ലക്ഷ്യം മാത്രമേ കാണിച്ചുള്ളൂ. കറ്റകൾ നമസ്കരിക്കുന്നതും എല്ലാ ബഹുമാനങ്ങളെ കാണിച്ചുള്ളൂ. അപ്പം ജോസഫിനെ കൊണ്ട് നടന്നത് ജോസഫിന്റെ സ്വപ്നമാ. ഹല്ലിയ. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്നവര് ഏതെങ്കിലും പ്രതിസന്ധിയുടെ നടുവില് ദൈവം എന്നെ കൈവിട്ടോ എന്നൊക്കെ ചോദിക്കുന്ന വണ്ണം ഉള്ള അവസ്ഥയിൽ നിൽക്കുന്നെങ്കിൽ, വിഷയങ്ങൾ എൻ്റെ തലവഴി കയറി മൂടുന്നു എന്നൊക്കെ പറഞ്ഞ് നിപ്പുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പോടെ പറയട്ടെ, ഒരു വിഷയവും നിങ്ങളുടെ തലവഴി മൂടത്തില്ല. അല്ലെ, എൻ്റെ യേശുവിൻ്റെ കരം നിങ്ങളുടെ തലമേൽ വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരു വിഷയവും ആ കരത്തിന്റെ മേളിൽ കൂടെ കടന്ന് നിങ്ങളെ മുക്കിക്കളയത്തില്ല. സ്തോത്രം. യേശുവിൻ്റെ ചിറകിൻ കീഴിൽ ഇരിക്കുന്ന ആരെയും ഒരു വിഷയവും കർത്താവിന് വിടുവിക്കാൻ അറിയാം. സ്തോത്രം. ദൈവം അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് സ്തോത്രം, ഒരു വിഷയങ്ങളും ഒരു സംഭവങ്ങളും നിങ്ങളെ വിഴുങ്ങിക്കളയത്തില്ല. പക്ഷെ ഉറപ്പായിട്ടും കർത്താവ് ആ വിഷയത്തിനകത്തൂടെ പോക്കുവഴി ഉണ്ടാകും. അവൻ വിടുവിക്കും. ഹല്ലിയ. കർത്താവ് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തു യേശുവിൽ ഉവ്വെന്നും ആമയെന്നും അത് നടന്നു കിട്ടും. അതിനൊരു മാറ്റവുമില്ല. വിഷയങ്ങൾ കണ്ട് ഭയപ്പെടല്. ഹല്ലേലൂയ. പ്രതിസന്ധികൾ കണ്ട് ഓടിപ്പോകല്. ഹല്ലേലൂയ. വിളിച്ചു പറയണം, എൻ്റെ ദൈവം എന്നെ വിടുവിക്കാൻ ശക്തനാ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കാൻ ശക്തനാ. ഹല്ലേലൂയ. പലപ്പോഴും പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ എഴുതിയത് ജയിൽവാസത്തിന്റെ ഇടയില്. ഫിലിപ്പിയരുടെ ലേഖനം ഏറ്റവും സന്തോഷമുള്ള ലേഖനം. പക്ഷെ ആ ലേഖനം നിങ്ങൾ സന്തോഷിപ്പിൻ, എല്ലായിടത്തും നിങ്ങൾ സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ ജയിലിനകത്തിരുന്ന സന്തോഷിക്കാൻ പറഞ്ഞ്. എന്താന്ന് വെച്ചാൽ പൗലോസിനറിയാം എന്നെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. ഒരു നിമിഷം പോലും കർത്താവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകല്ല്. സ്തോത്രം. ഇന്ന് വിളിച്ചു പറയണം, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, എന്നോട് വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. ഞാൻ ഏത് പ്രതിസന്ധിക്കകത്ത് കിടന്നാലും ആ പ്രതിസന്ധി എന്നെ മുക്കിക്കളയത്തില്ല, എന്നെ വിടുവിക്കാൻ ശക്തനാ. പൗലോസ് ആ വാക്യം 10-ാം വാക്യത്തിനകത്ത് പറയാ, we have placed our confidence in him and he will continue to rescue us. ഒരു തവണ മാത്രമല്ല വിടുവിക്കുന്നേ, എപ്പോഴും 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 ഉറപ്പായിട്ടും വിടുതൽ തരും. ഹല്ലേലൂയ. എന്ന് വിളിച്ചു പറയണം, എൻ്റെ വിഷയങ്ങളൊന്നും ഹല്ലേലൂയ കരകവിഞ്ഞ് എന്നെ മുക്കിക്കളയത്തില്ല. ഞാൻ ഇങ്ങനെ പറയാം, കർത്താവിൻ്റെ കരം നമ്മുടെ ഓരോരുത്തരുടെയും മേൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ കരത്തിന്റെ മേളിൽ കൂടെ ഒരു വിഷയങ്ങളും നമ്മളുടെ മേൽ വരത്തില്ല. ഹല്ലേലൂയ. അത് ഉറപ്പാ. ഇന്ന് വിളിച്ചു പറയണം, ക്രിസ്തുയേശുവിൽ എൻ്റെ സകല വാഗ്ദത്തങ്ങളും ഉവ്വെന്നും ആമേന്നുവാ. ഹല്ലേലൂയ. എൻ്റെ സകല ആവശ്യത്തിലും ദൈവം എന്നെ സമാധാനിപ്പിക്കാൻ, എൻ്റെ കൂടെ ആശ്വാസം പകരാൻ എൻ്റെ കൂടെയുണ്ട്. ഒരു വിഷയവും എന്നെ മുക്കിക്കളയത്തില്ല. ഞാൻ തീർന്നു പോകത്തില്ല, ഞാൻ നശിച്ചു പോകത്തില്ല. ക്രിസ്തുയേശുവിൽ ഞാനൊരു അനുഗ്രഹം തന്നെയായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സകല നന്മയാൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന കർത്താവിൻ്റെ അത്ഭുതകരമായ, അതിശയമായ, ശക്തമായ കരം ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. കർത്താവ്